തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ മുഖം ഓരോ സമയത്തും മാറി മാറി വരുന്നത്. ഇപ്പോൾ വെളുത്ത കോട്ടിട്ട കുറച്ച് ആളുകളാണ് തീവ്രവാദികളായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഡോക്ടർമാർ തന്നെ വിശ്വസിക്കാനാവാത്തൊരു നീക്കമല്ലേ നടത്തിയത്? വിശ്വസിക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലാണ് ആകെ ഈ ജെയ്ഷെ മുഹമ്മദ് വേഷം മാറുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊരു വനിതാ ബ്രിഗേഡ് ഉണ്ടായത് നമ്മൾ കുറച്ചധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഒരു 3-4 വീഡിയോ ഈ വനിതാ ബ്രിഗേഡ് വരുന്നതിനെ പറ്റി. ആ വനിതാ ബ്രിഗേഡ് വരുന്നതിന് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ 11 കുടുംബാംഗങ്ങൾ മരിച്ചു പോയല്ലോ അവിടെ. അപ്പോൾ 11 കുടുംബാംഗങ്ങൾ മരിച്ചപ്പോൾ അതില് പക വീട്ടും സഹോദരിയെ തന്നെ അല്ലേ, വിധവയായ സഹോദരിയെ തന്നെയാണ് ഇത് രംഗത്തിറക്കിയതും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ വനിതാ ബ്രിഗേഡിനെ ഇറക്കിയിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യമായി നമ്മൾ ഇതിപ്പോൾ 4 ഡോക്ടർമാർ ഫരീദാബാദിൽ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് ഡൽഹിയിൽ ചെല്ലുന്നതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു. ഈ 4 ഡോക്ടർമാരിൽ ഒരാൾ സ്ത്രീയാണ്, ലേഡി ഡോക്ടറാണ്. അപ്പോൾ വനിതാ ചാവേർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞല്ലോ. അതാണ് വനിതാ ചാവേർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവരെല്ലാവരും ഒരു ആശുപത്രി. ഇത് നമ്മൾ ഈ ഹമാസിന്റെ കഥയൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആശുപത്രികൾ മറയാക്കിയിട്ടാണ് ഇവര് ഭീകര താവളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ പറയാറില്ലേ ഗാസയിൽ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ആശുപത്രി ഫരീദാബാദില്. ആ ആശുപത്രിയിലൊക്കെ ഇത്തരം ഡോക്ടർമാരാണ് ഉള്ളത്. എന്നുവെച്ചാൽ അവർക്ക് ഗൂഢാലോചന നടത്താനും കൂടിയാലോചനയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു മറ. ആ ആശുപത്രിയെ പറ്റി തന്നെ കാര്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. NIA സംഘം ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. 3 പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാജ ആശുപത്രി. ഇവരൊക്കെ ശരിയായ ഡോക്ടർമാരാണോ? ഒക്കെ ഈ കശ്മീരും പുൽവാമക്കാരാണ് പ്രധാനമായിട്ടും. ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളും ഒക്കെയാണ്. അനന്ത്നാഗിലെ ഒരു ആശുപത്രിയിൽ ഇവരെല്ലാവരും റെസിഡൻറ്റ് ഡോക്ടർമാരും ഒക്കെ ആയിരുന്ന ഡോക്ടർമാരുടെ സംഘം ആണ് ഇത്. അപ്പോൾ ഇതിൽ ഫരീദാബാദിൽ ജമ്മു കശ്മീർ പോലീസ് എത്തി ആണ് ഫരീദാബാദിൽ അറസ്റ്റ് നടത്തിയത്. കാരണം ഈ ഡോക്ടർമാരിൽ ഒരാൾ മറ്റേ കശ്മീരിൽ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു, ജയ്ഷെക്ക് അനുകൂലിക്കുന്ന പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് ബ്യൂറോ, ഫരീദാബാദ് പോലീസ്, ഇവരൊക്കെയാണ് ഫരീദാബാദ് ഓപ്പറേഷൻ നടത്തിയത്. ഫരീദാബാദിൽ ധൗജ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു വാടക വീട് ആയിരുന്നു ഇവരുടെ കേന്ദ്രം. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് ഇവർ പോയി ഇവരുടെ നെറ്റ്വർക്കിംഗ് അല്ലേ ഉണ്ടാക്കുന്നു. ഈ കശ്മീർ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നത്, കശ്മീരിൽ പോസ്റ്റർ ഒട്ടിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സഹറാൻപൂരിലാണ്. ബാക്കി 2 ഡോക്ടർമാർ ഫരീദാബാദ്, ഒരുത്തൻ ഹൈദരാബാദുകാരനാണ്, ഈ ജൈവായുധം വെച്ച് നടക്കുന്ന ഒരാൾ. ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഒരു ഒളിവിടമായിട്ടാണ് ഈ ഫരീദാബാദിലെ ഈ വാടക വീട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു കാറ്റാസ്ട്രഫിക് ടെറർ അറ്റാക്ക് പ്ലാൻ. അതിഭീകരമായ സ്ഫോടനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. ഒക്ടോബർ 27-ാം തീയതിയാണ് ശ്രീനഗറിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ പോസ്റ്ററുകൾ ഒട്ടിച്ച ആളാണ് ഡോക്ടർ ആദിൽ റാത്തർ. നവംബർ 6-ാം തീയതി സഹറാൻപൂർ അംബാല റോഡിലെ ആശുപത്രിയിൽ ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ ഒക്ടോബർ വരെ 2024 ഒക്ടോബർ വരെ അനന്ത്നാഗ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ലോക്കർ പരിശോധിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ആ ലോക്കറിൽ നിന്നൊരു അസോൾട്ട് റൈഫിൾ കിട്ടി. ആദ്യം അതാണ് കിട്ടുന്നത് അല്ലേ? ആശുപത്രിയിലെ ലോക്കറിൽ തോക്ക് സൂക്ഷിച്ചു. അപ്പോൾ ഈ റാത്തർ എന്ന് പറഞ്ഞ ഡോക്ടർ അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് അതിലെ അംഗമാണ് അയാൾ.
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഭീകര സംഘടന അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടത്, അതെ, അതിലെ അംഗമാണ് അയാൾ. കശ്മീരിലെ ശരീഅത്ത് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇന്ത്യയിൽ ജിഹാദ് നടത്തണം എന്നുള്ളതാണ് അടുത്ത ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഈ അസോൾട്ട് റൈഫിൾ കണ്ടത് തന്നെ അന്വേഷകരെ ഞെട്ടിച്ചു. ലോക്കർ പോയി പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന്. അപ്പോൾ കശ്മീർ താഴ്വരയിൽ ഞെട്ടിക്കാനുള്ള വേറൊരു കാര്യം, കശ്മീർ പൊതുവെ ശാന്തമായി എന്ന് കരുതുകയാണല്ലോ. അപ്പോൾ കശ്മീർ താഴ്വരയിൽ ഈ AGH, അതായത് അൻസർ ഗസ്വത്ത് ഉൽ ഹിന്ദ് AGH, ആ ശൃംഖല വീണ്ടും തലപൊക്കുന്നു എന്നാണ് ഈ ഡോക്ടർ റാത്തർ പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ വ്യക്തമാവുന്നത്. അപ്പോൾ ഈ സംഘടന AGH വീണ്ടും സജീവമാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നെ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഈ ഗ്രൂപ്പിലുള്ള ആൾ, ഈ ഫരീദാബാദ് ആശുപത്രിയിൽ തന്നെയുള്ള ഒരാൾ, ഹരിയാന ഫരീദാബാദിൽ ഈ മുസമ്മിൽ ഷക്കീലിൻ്റെ പാർപ്പിടം റെയ്ഡ് ചെയ്തപ്പോഴും അന്വേഷകർ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ രാസ ലായനി അവിടെ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ജൈവ ആയുധം ഒക്കെ പ്രയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം വന്നു. ഇയാളുടെ പാർപ്പിടം 48 ഇനം IED സ്ഫോടനത്തിനൊക്കെ വേണ്ടിയിട്ടേ 48 ഇനം രാസവസ്തുക്കളൊക്കെ അവിടെ ശേഖരിച്ചതായിട്ട് കണ്ടു. ഈ ഷക്കീൽ ജോലി ചെയ്തത് അൽ-ഫല ആശുപത്രിയിലാണ്. ഇവരൊക്കെ ഫരീദാബാദിലെ അൽ-ഫല ആശുപത്രി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗാസയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ആശുപത്രി മറയാക്കിയിട്ട് അവിടുത്തെ ഇത്രയും ഡോക്ടർമാർ ഭീകരരാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ബാക്കി അന്വേഷിക്കണമല്ലോ. ഇനി അൽ-ഫല മൊഡ്യൂൾ, അൽ-ഫല ആശുപത്രി കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭീകരവാദികളുടെ, പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഗൾഫിൽ നിന്ന് ഇവർക്ക് ഫണ്ട് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ആശുപത്രിക്ക് ഇങ്ങനെ ഫണ്ട് കൊടുത്തൊരു ദാതാവുണ്ടല്ലോ, അയാളുടെ കുടുംബത്തിലൊരു അംഗത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ ആശുപത്രി സ്ഥാപിച്ചത്, ഈ അൽ-ഫല ആശുപത്രി. ജീവനക്കാരും മിക്കവാറും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആശുപത്രി കേന്ദ്രമാക്കിയിട്ട് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവുക. ഫരീദാബാദ് ആണെങ്കിൽ ഡൽഹിക്ക് വളരെ അടുത്തുമാണ്. ഡൽഹിയിൽ സ്ഫോടനത്തിനൊക്കെ വലിയ സൗകര്യം. ആശുപത്രി ആകുമ്പോൾ ആളുകൾ സംശയിക്കുകയില്ല. ഇതാണ് ഈ വൈറ്റ് കോളർ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, വെളുത്ത വസ്ത്രം ധരിച്ചു കിടക്കുന്ന, വെളുത്ത വസ്ത്രവും സ്റ്റെതസ്കോപ്പും. അപ്പോൾ ദൗജ് ഈ ഗ്രാമം പറ്റിയ ഒളിവിടവും ആണ് അവിടെ. ഇവരുടെ കയ്യിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് പിടിച്ചു. ആദ്യം മൊത്തം പിടിച്ചിരിക്കുന്നത് 2900 കിലോ ആണ്. 3 ടണ്ണോളം വന്നു കഴിഞ്ഞു. അതെ, എന്ന് പറഞ്ഞാൽ അതിഭീകരമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. പിന്നെ ക്രിങ്കോ അസോൾട്ട് റൈഫിള് ഈ ഡോക്ടർ ഷഹീൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ടല്ലോ, ഡോക്ടർ ഷഹീൻ എന്നാണ് ലേഡി ഡോക്ടറുടെ പേര്. ഡോക്ടർ ഷഹീൻ്റെ കയ്യിൽ നിന്ന് ക്രിങ്കോ അസോൾട്ട് റൈഫിൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടി, അവരുടെ കാറിൽ നിന്ന്. സ്ത്രീയും തോക്കുമായിട്ടാണ് നടക്കുന്നത്. ക്രിങ്കോ അസോൾട്ട് റൈഫിൾ. അവരും ഈ അൽ-ഫല ആശുപത്രിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ ശരിക്കും ലക്നൗ, ലാൽബാഗ് ആ പ്രദേശത്ത് നിന്നുള്ള ആളാണ് ഈ ഡോക്ടർ ഷഹീൻ. ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്നാണ് മുഴുവൻ പേര്. ഡോക്ടർ ഷഹീൻ ഷഹീദ് എന്നാണ് പേര്. അവരുടെ കാറ് ഈ മുസമ്മിൽ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ലേഡി ഡോക്ടറുടെ കാറാണ് മുസമ്മിൽ ഓടിച്ചുകൊണ്ടിരുന്നത്. മാരുതി സ്വിഫ്റ്റ്. ഈ മുസമ്മിൽ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ ഭീകര സംഘത്തിലെ, അയാൾ ഉപയോഗിച്ചിരുന്നത് ഈ ഡോക്ടർ ഷഹീൻ്റെ കാർ ആണ്, മാരുതി സ്വിഫ്റ്റ് ഉപയോഗിച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യദ് എന്ന് പറഞ്ഞ് വേറൊരു ഡോക്ടറെ പിടിച്ചിട്ടുണ്ട്. അയാൾ ഈ ആവണക്ക് കുരുവില്ലേ, അതിൽ നിന്ന് റൈസിൻ എന്ന് പറഞ്ഞ വിഷം മറ്റേ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ്. അയാളെ പറ്റി വേറൊരു ചർച്ച നമുക്ക് ചെയ്യാം. അതിനും മാത്രം ഉണ്ട് അയാളുടെ പ്രവൃത്തികൾ. ഫരീദാബാദിലെ
മോസ്കിലെ ഇമാം, ഫരീദാബാദ് മോസ്കിലെ ഇമാം ഇഷ്തിയാഖ് ഈ മുസമ്മിൽ എന്ന് പറഞ്ഞ ഡോക്ടറുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അസോൾട്ട് റൈഫിളുകൾ, ഒരു പിസ്റ്റൾ, 8 വലിയ സൂട്ട് കേസുകൾ, 4 അത് അമോണിയം നൈട്രേറ്റ് ഒക്കെ നിറച്ചു കൊണ്ടുവന്നതാണ്, 4 ചെറിയ സൂട്ട് കേസുകൾ, 24 റിമോട്ടുകൾ, 5 കിലോ ഈ ലോഹ വസ്തുക്കൾ, വാക്കി ടോക്കികൾ, ഇതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റ് 15 ദിവസം മുമ്പാണ് ഇവർ വാങ്ങിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അത് 8 വലിയ സൂട്ട് കേസും 4 ചെറുതിലും നിറച്ചിരുന്നു. അപ്പോൾ വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം, വെള്ളക്കോളർ ഭീകര ആവാസ വ്യവസ്ഥ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ ആള് ഡോക്ടർ ചൈനയിൽ നിന്ന് MBBS പാസ്സായി വന്ന ആളാണ്. പരിശീലനം അവിടെയാണ് കിട്ടിയത്. അയാൾ ഹൈദരാബാദിലും ഗുജറാത്തിലും ഒക്കെ പ്രാക്ടീസ് ചെയ്തതായിട്ടും ഒക്കെ വിവരമുണ്ട്. അപ്പോൾ ഒരു ആശുപത്രി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അൽഫല എന്ന് പറഞ്ഞൊരു ആശുപത്രി ഒരു കവചം, ഗാസയിലെ ഹമാസിന്റെ കവചം പോലെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ആശുപത്രി കവചമായിട്ട്, ഒരു ആശുപത്രി അല്ലെങ്കിൽ ഭീകര താവളം തന്നെയായി പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഇവരെ പിടികൂടി അടുത്ത ദിവസമാണ് ഡൽഹിയിലെ സ്ഫോടനം. ആ ഡോക്ടറും ഈ വൈറ്റ് കോളർ ഭീകര ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.